നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിനിയുടെ സംസ്കാരം ഇന്ന്. നേതിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മറ്റു 18 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. അവർ ചികിത്സയിലാണ്. ആരുടെ നില ഗുരുതരമല്ല. ഇന്നലെ വൈകിട്ടാണ് വളക്കയിൽ വെച്ച് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. അമിത വേഗത, ഡ്രൈവറുടെ പരിചയക്കുറവ് എന്നിവ അപകടത്തിലേക്ക് നയിച്ചു എന്നതടക്കമുള്ള പ്രാഥമിക വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നത് ഒരു ആരോപണം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അപകടം നടന്ന സമയത്ത് ഡ്രൈവർ മൊബൈൽ ഉപയോഗിച്ചതായിട്ടുള്ള സൂചനയുണ്ട്. അതിനുള്ള തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, മാത്രമല്ല സ്റ്റാറ്റസിന്റെ സമയമൊക്കെ ഡ്രൈവർക്ക് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപകടം നടന്ന അതേ സമയത്ത് തന്നെ നിസാമിന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വന്നിരുന്നു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് കീഴ്മേൽ മറിഞ്ഞ് ബസ് സംസ്ഥാന പാതയിൽ പതിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ പുറത്തേക്ക് തെറിച്ചു വീണ് ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയാണ് മരിച്ചത്. 20 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. 11 പേർ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും 7 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബസിന്റെ ഡ്രൈവറും കുട്ടികളെ നോക്കുന്ന ആയയും തളിപ്പറമ്പ് ആശുപത്രിയിലുണ്ട്. അപകടത്തിൽ കാലിനുൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവർ ചികിത്സയിലാണ്. സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് പോയെന്നും ഇറക്കത്തിലെ വളവിൽ വെച്ചാണ് പെട്ടെന്ന് ബ്രേക്ക് പോയതെന്നും ഡ്രൈവർ പ്രതികരിച്ചു. ഹൈ ഗിയറിലിട്ട് വാഹനം പതുക്കെയാക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മുന്നിലൊരു ഭാഗത്ത് കടയുണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതുവശത്തേക്ക് കുഴിയിലേക്ക് മറിഞ്ഞു. ഇതോടെ പലതവണ മലക്കം മറിഞ്ഞു. ഒരു കുട്ടി ബസ്സിൽ നിന്ന് തെറിച്ചു വീണുവെന്ന് പിന്നീടാണ് അറിഞ്ഞത്. കുട്ടി ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയി. അപകടത്തിന് കാലിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ബസിന്റെ ഫിറ്റ്നസ് ഡിസംബർ പുതുക്കാൻ പോയപ്പോൾ മടക്കി അയച്ചു എന്ന ആരോപണവും ഡ്രൈവർ ഉന്നയിക്കുകയുണ്ടായി. ബസിന്റെ ബ്രേക്കിനുൾപ്പെടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇക്കാര്യം സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നു. പുതുക്കാൻ പോയപ്പോൾ തകരാറ് ചൂണ്ടിക്കാട്ടിയാണ് RTO മടക്കി അയച്ചത്. അവധിക്കാലം കഴിഞ്ഞ് പുതിയ ബസ് ഇറക്കും വരെ ഈ ബസ് ഓടിക്കാമെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്നും നിസാം വ്യക്തമാക്കി. അതേസമയം അമിത വേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഫിറ്റ്നസ് തീർന്ന സ്കൂൾ വാഹനങ്ങളുടെ കാലാവധി ഏപ്രിൽ വരെ നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം 18-നായിരുന്നു സർക്കാർ ഉത്തരവിറക്കിയത്. ഈ ഉത്തരവിനെ തുടർന്നാണ് ഫിറ്റ്നസ് കഴിഞ്ഞിട്ടും അപകടത്തിൽപ്പെട്ട ബസ് ഓടിച്ചിരുന്നത്. വൈകിട്ട് 4:30-യോടെയാണ് കണ്ണൂർ വളക്കയിൽ വെച്ച് ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചൊറുക്കള സ്വദേശിനിയുമായ നേതി S. രാജേഷാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.